പേര് ചൊല്ലി വിളിക്കാനാവില്ല, പാടി കേൾപ്പിക്കാം. അങ്ങനെ ഒരു വിചിത്ര ഗ്രാമമുണ്ട്. ഒരുപാട് മായാക്കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന വടക്കുകിഴക്കേ ഇന്ത്യയിൽ. അവിടെ ഓരോ മനുഷ്യരുടെ പേരുകളും ഓരോ ഈണങ്ങളാണ്. മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസിലാണ് കോങ്തോങ് എന്ന പേരുള്ള ഒരു ഗ്രാമമുള്ളത്. ഇന്ത്യയുടെ ചൂളമടി ഗ്രാമം എന്നാണ് കോങ്തോങ് അറിയപ്പെടുന്നത് തന്നെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ തുടർച്ചയായാണ് ഈ നാട്ടുകാരുടെ പേരുകൾ ഈണങ്ങളായി മാറിയത്. ഈ നാട്ടിൽ ഓരോരുത്തർക്കും പ്രത്യേക ഈണങ്ങളുണ്ട്. അമ്മമാർ തന്നെയാണ് സ്നേഹത്തോടെ ഓരോ കുഞ്ഞിനും മനോഹര ഈണങ്ങൾ നൽകുന്നത്. ഏതാണ്ട് 700-ലേറെ പേർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് കോങ്തോങ്. ഇവർക്കെല്ലാം പ്രത്യേകം ഈണങ്ങളുള്ള പേരുകളുണ്ട്. നാട്ടുകാർ പരസ്പരം ചൂളമടിച്ചാണ് പേര് വിളിക്കുക. ജിംഗർവൈ അയോബെ എന്നാണ് ഇങ്ങനെ ഈണങ്ങൾ പേരായി നൽകുന്ന രീതിക്ക് പറയുന്ന പേര്. ഗോത്രത്തിന്റെ ആദ്യ മാതാവിന്റെ പാട്ട് എന്നാണ് ഇതിനർത്ഥം. കുടുംബത്തിൽ കേന്ദ്രസ്ഥാനം അമ്മമാർക്കാണ് നൽകുന്നത്. മേഘാലയ അടക്കമുള്ള വടക്കുകിഴക്കൻ നാടുകളുടെ അമ്മ വഴിയുള്ള പിന്തുടർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന തായ് വഴി സംസ്കാരത്തിലേക്ക് കൂടി നീളുന്നതാണ് ഈ പാരമ്പര്യ രീതി. സത്യത്തിൽ ഈ നാട്ടുകാർക്ക് ഒന്നല്ല 3 പേരുകൾ ഉണ്ടാവാറുണ്ട്. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് അല്പം ദൈർഘ്യമുള്ള ഈണങ്ങളാണ് ആദ്യം നൽകുക. പിന്നീട് വിളിക്കാൻ എളുപ്പത്തിന് ചെറു ഈണവും പേരായി നൽകും. ഔദ്യോഗിക രേഖകളുടെ ആവശ്യത്തിനുള്ള പേരാണ് മൂന്നാമത്തേത്. ഇതിൽ നീണ്ട ഈണത്തിന് 30 സെക്കൻഡ് വരെയും കുട്ടി ഈണത്തിന് 10 സെക്കൻഡ് വരെയുമാണ് ദൈർഘ്യമുണ്ടാവുക. ഇത്രയേറെ ഈണങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു ഈണവും ആവർത്തിക്കാറില്ലെന്നതാണ് മറ്റൊരു സവിശേഷത. മരിച്ചുപോയവരുടെ പേരുകൾ നമ്മൾ വീണ്ടും മക്കൾക്ക് ഇടാറുണ്ടെങ്കിലും ഈ നാട്ടുകാർ മരിച്ചുപോയവരുടെ ഈണങ്ങൾ പിന്നെ ഉപയോഗിക്കാറില്ല. 2021 UN ലോക ടൂറിസം ഓർഗനൈസേഷന്റെ ലോകത്തെ മികച്ച വിനോദസഞ്ചാര ഗ്രാമത്തിനുള്ള അവാർഡിനായി ഇന്ത്യൻ വിനോദസഞ്ചാര മന്ത്രാലയം ഈ ഗ്രാമത്തെയാണ് നാമനിർദ്ദേശം ചെയ്തത്. ഇതോടെ കോങ്തോങ് ഗ്രാമത്തിലേക്ക് രാജ്യാന്തര ശ്രദ്ധ വന്നു. മേഘാലയയിലെ പ്രധാന പുൽച്ചുൽ നിർമ്മാണ ഗ്രാമം കൂടിയാണ് കോങ്തോങ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പരമ്പരാഗത ഖാസി കുടിലുകളിൽ താമസിക്കാനും പ്രാദേശിക സംസ്കാരത്തെ അടുത്തറിയാനും അവസരം ലഭിക്കും.